ഹലോ, നല്ല നമസ്കാരം. അതിരടി ഒറ്റവാക്കിൽ പറഞ്ഞാൽ നനഞ്ഞ പടക്കം എന്ന് പറയാം. അരുൺ അനിരുദ്ധൻ സംവിധാനം ചെയ്ത് ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ അതിരടി ഒരു പക്ക ആക്ഷൻ കോമഡി എന്റർടൈനർ ആയിട്ടാണ് മിന്നൽ മുരളിയുടെ തിരക്കഥയായിട്ടുള്ള അരുൺ അനിരുദ്ധൻ്റെ ആദ്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. നമ്മുടെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കേന്ദ്രീകരിച്ചിട്ടാണ് സിനിമയുടെ കഥ വികസിക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന കോളേജ് ഫെസ്റ്റ് പുനരാരംഭിക്കുവാൻ സാം കുട്ടൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി നടത്തുന്ന ശ്രമങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ക്യാമ്പസ് സൗഹൃദങ്ങളും ശത്രുതയും തമാശകളും ചേർന്നതാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പശ്ചാത്തലം ആയതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ മലയാളി പ്രേക്ഷകർക്കും തങ്ങളുടെ കോളേജ് ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന നിരവധി മുഹൂർത്തങ്ങൾ സിനിമയിലുണ്ട്. വിനീത് ശ്രീനിവാസൻ, ഷാൻ റഹ്മാൻ കോംബയുടെ റിയൽ ലൈഫ് കെമിസ്ട്രിയും സിനിമയുടെ നന്നായിട്ട് തന്നെ ഫലപ്രദമായി പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബേസിൽ ജോസഫ് സിനിമയുടെ നട്ടെല്ല് എന്ന് പറയാം. ബേസിലാണ് ഇതിൻ്റെ ഭൂരിഭാഗം സാധനങ്ങളിലും ഉള്ളത്. ഇമോഷൻ രംഗങ്ങളിലും കോമഡികളിലും ബേസിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു. എന്നാൽ തുടക്കത്തിലെ ചില കോളേജ് രംഗങ്ങളിൽ അല്പം ഓവറായിട്ട് എനിക്ക് തോന്നി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ടൊവിനോ തോമസ് പവർഫുൾ ആയിട്ടുള്ള ഒരു മാസ് കഥാപാത്രമായിട്ടാണ് ടൊവിനോ എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ലുക്കും തിരുവനന്തപുരം സ്ലാങ്ങും ഒരു പക്ഷേ നമുക്ക് നന്നായിട്ട് തന്നെ ഒരു ആവേശം നൽകുന്ന രീതിയിൽ തന്നെയാണ് ടൊവിനോയുടെ ഒരു മികച്ച ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു നല്ലൊരു കഥാപാത്രം. സിനിമയിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്യാമിയ റോൾ ഉള്ളത് സിനിമയുടെ ഒരു വലിയൊരു സർപ്രൈസ് എലമെൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സൗഹൃദത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന സിനിമയാണ്. ഒരുപക്ഷെ വാഴ പോലുള്ള സിനിമകൾ നൽകിയിട്ടുള്ള അതേ എനർജി അതിരടി ചില സ്ഥലങ്ങളിൽ നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ ടൊവിനോ തോമസിൻ്റെ ഗംഭീരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ഇൻ്റർവെല്ലിന് നമുക്ക് നൽകുന്നുണ്ട്. അതൊരു ഗംഭീരമായിട്ടുള്ള സാധനം, തിയേറ്ററിൽ കയ്യടി നേടുന്നൊരു സാധനം. അതോടൊപ്പം തന്നെ ക്ലൈമാക്സിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പല രംഗങ്ങളും വൈകാരികമായിട്ട് നമ്മളെ സ്പർശിക്കുന്ന രീതിയിൽ ചിലയിടത്തൊക്കെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിഷ്ണു വിജയുടെ സംഗീതം, അതിലെ അമ്മ പതുപ്പെ എന്ന് പറയുന്ന ആ പാട്ട് ക്ലൈമാക്സിൽ അതിൻ്റെ പ്രയോഗവും സിനിമയുടെ മനോഹരമായിട്ടുള്ളൊരു നിമിഷമായിട്ട് എനിക്ക് തോന്നി. അതോടൊപ്പം തന്നെ ചമൻ ചാക്കയുടെ സൈലിസ്റ്റ് ആയിട്ടുള്ള എഡിറ്റിങ്ങും സിനിമയ്ക്ക് വേഗത നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമുവൽ ഹെൻറിയുടെ കളർഫുൾ വിഷ്വൽസ്, കാരണം കോളേജാണ്, അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ ഉത്സവമാണ്, അങ്ങനെ ഒരു അന്തരീക്ഷം നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. സിനിമയിലെ ബേസും ചെണ്ടയും ഒരു തിയേറ്ററിൽ മികച്ചൊരു ശബ്ദം നൽകുന്നതിന് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റും സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിമർശനം പറയുമ്പോൾ മിന്നൽ മുരളിയുടെ കോർ റൈറ്റർ അനിരുദ്ധൻ്റെ ആദ്യ സംവിധാനം എന്നുള്ള നിലയ്ക്ക് വളരെയധികം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. പക്ഷെ ആ പ്രതീക്ഷകൾക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ വെറുതെയായി എന്ന് തന്നെ പറയാം. നനഞ്ഞ പടക്കം, ഹൈപ്പുകളുടെയും സോഷ്യൽ മീഡിയ തള്ളലുകളുടെയും ബഹളത്തിൽ ഒരു മുഴുനീളൻ പ്ലാസ്റ്റിക് സിനിമയായിട്ട് അതിരടി ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ തിരക്കഥ, മിന്നൽ മുരളിയുടെ വില്ലന് പോലും ഗംഭീരമായിട്ടുള്ള ഇമോഷൻ ഡെപ്ത് നൽകിയ തിരക്കഥയാണ് ഈ സിനിമ എഴുതിയിരിക്കുന്നത് എന്ന് ഞാൻ സംശയിക്കുകയാണ്. നായകൻ സാം കുട്ടൻ തൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നടത്തുന്ന ഒരു കോളേജ് ഫസ്റ്റ് പോരാട്ടം ഒരു തരത്തിലും പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആവുന്നില്ല. നായകൻ്റെ പേഴ്സണൽ ഇമോഷൻ നമുക്കൊട്ടും ഒരിടത്തും എന്താ പറയുക, നോർമലായിപ്പോയി. ഒരു ഘട്ടത്തിലും ആ സമയം നമ്മളെ അതിലേക്ക് എൻഗേജഡ് ആക്കുന്നില്ല. ബേസിൽ ജോസഫിൻ്റെ ഓവർ ആക്ടിങ് എന്ന് വെച്ചാൽ ഓവർ ആക്ടിങ്. അബ്നോർമൽ സ്വഭാവമുള്ള ഒരു കോളേജ് വിദ്യാർത്ഥിയായിട്ട് എത്തിയ ബേസിൽ ജോസഫ് തുടക്കത്തിലെ ചില രംഗങ്ങളിൽ നന്നായിട്ട് തന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പകുതിക്ക് ശേഷം വെറും അരാജകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓഫ് സ്ക്രീനിൽ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം കാണിക്കുന്ന അതേ കിണിക്കൽ ശൈലി തന്നെയാണ് സിനിമയിൽ മുഴുവനും പിന്തുടർന്നത്. അത് ഓവർ ആക്ടിങ് ആയിട്ട് ക്രിഞ്ചായിട്ടുമാണ് എനിക്ക് തോന്നിയത്. കഥാപാത്രം സ്ക്രീനിൽ വെറുപ്പിക്കലായിട്ട് മാറുകയാണ്. പിന്നെ ടൊവിനോ തോമസിൻ്റെ മാസ് ദുരന്തം എന്ന് ഞാൻ പറയും. ഇൻ്റർവെൽ ടൈമിൽ അദ്ദേഹത്തിന് കൊടുത്ത ബിൽഡപ്പ് എലിവേഷനും ഒക്കെ കൊടുത്ത ടൊവിനയെ, തോട്ടാക്കുട്ടൻ എന്ന കഥാപാത്രം രണ്ടാം പകുതിയിൽ കൂപ്പുകുത്തി വീണുപോയി. നമ്മുടെ കാപ്പയിലെ കൊട്ട മധുവില്ലേ, അല്ലെങ്കിൽ ആവേശത്തിലെ രംഗണ്ണൻ്റെ ഒരു പ്രൂഫ് വേർഷൻ പോലെയായിട്ടാണ് ടൊവിനോയുടെ മാസ് വേഷം എനിക്ക് അനുഭവപ്പെട്ടത്. വമ്പൻ ഹൈപ്പിൽ വന്നിട്ട് ബോറൻ നരേഷനായി പോയിട്ടുള്ള ഒരു കംപ്ലീറ്റ് വേസ്റ്റ് കഥാപാത്രമായിട്ട് അത് പോയി. അതോടൊപ്പം തന്നെ ഇമോഷൻസും
അതോടൊപ്പം തന്നെ സിനിമയിലെ കോൺഫ്ലിക്റ്റുകളും ഒക്കെ ഒരുമാതിരി പിന്നെ എന്ത് പറയുന്നത് മിന്നി പക്ഷേ തിളങ്ങിയില്ല എന്ന് പറയുന്ന രീതിയിലായിപ്പോയി, ഒട്ടും നാളെ സ്പർശിക്കാത്ത രീതിയിലായിപ്പോയി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ റിയ ഷിബു പുള്ളിക്കാരിക്ക് ഇതുവരെയും സർവമായതെന്നും വണ്ടി കിട്ടിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്യൂട്ട്നെസ് അങ്ങ് വാരി വിതറുകയാണ്. ആ ഡെലുലു ലോകത്ത് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ ഒരു ആശ്വാസം വിഷ്ണു അഗസ്ത്യ മാത്രമാണ്. കൃത്രിമങ്ങൾക്കിടയിലും ആകപ്പാടെ ഒരു ആശ്വാസം നൽകിയ ഒരു കഥാപാത്രം അത് മാത്രമാണ്. പക്ക നാച്ചുറൽ ആക്ടിങ്. പക്ഷേ സ്ക്രിപ്റ്റിലെ ആ ഒരു നിർവികാരത കൊണ്ട് ആ കഥാപാത്രത്തിന് ഒടുവിൽ അതും തകർന്ന് തരിപ്പണായി പോയി എന്നുള്ളതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിലെ ക്രിയേറ്റർമാരെ വെറുതെ കൊണ്ട് കുത്തി നിറച്ച് അതിങ്ങനെ കുത്തി നിറച്ചു കഴിഞ്ഞാൽ ഈ സിനിമ വർക്കാവുമെന്ന് ആരാണ് പറഞ്ഞത്? ഏച്ചു കെട്ടിയ രീതിയിലാണ് എനിക്ക് തോന്നിയത് പല കഥാപാത്രങ്ങളും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്യാമിയോ റോള് ഒന്നും പറയുന്നില്ല. പിന്നെ വിഷ്ണു വിജയുടെ കരിയറിലെ ഏറ്റവും മോശം വർക്കുകളിൽ ഒന്നാണ് ഇതെന്ന് ഞാൻ പറയും. പാട്ടുകൾ ഒറ്റ പാട്ട് കൊള്ളാം, ബാക്കി ഒന്നും കൊള്ളൂല. ബാക്കി പല സീനുകളിലും പശ്ചാത്തല സംഗീതം തലവേദന അടുപ്പിച്ച്, പാട്ടുകളിലെ പിന്നെ സീനുകൾ പോലും അല്ലെങ്കിൽ പാട്ടുകളുടെ വരികൾ പോലും ഒരു അസഹനീയമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഷാൻ റഹ്മാനും വിനീത് ശ്രീനിവാസൻ്റെയും ആ ഒരു ഇൻ്റർവ്യൂകളിൽ എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ഈ സിനിമയിൽ മുഴുവനായിട്ട് അവർ വന്ന് കയറിയിട്ടുള്ളത്. ഒരു 2K മാസ് പടക്കം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു സിനിമ തിയേറ്ററിൽ വെറുതെ സമയം കളയാൻ ആഗ്രഹിക്കുന്നവർക്ക് പോയി കാണാം. പക്ഷേ സിനിമ നിങ്ങൾക്ക് ഏത് അനുഭവം നൽകുമെന്ന് കണ്ടു തന്നെ അറിയണം. എനിക്ക് ഈ സിനിമ ഒട്ടും തന്നെ വർക്കായില്ല. ഒരു ദുരന്തം. പ്രൂഫാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂഫല്ല, മാസാണോ എന്ന് വെച്ചാൽ മാസും അല്ല. അങ്ങനെയുള്ള ഒരു സാധനം, ഒരു നനഞ്ഞ പടക്കമായിട്ടാണ് ഒരു ആവറേജ് സിനിമയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, ഇതിൻ്റെ തിരക്കഥയിലുള്ളൊരു പ്രശ്നം. സിനിമയിലെ ഏറ്റവും വലിയ പോരായ്മ ഇതിൻ്റെ തിരക്കഥ തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. തിരക്കഥയ്ക്ക് ഡെപ്തില്ല എന്നുള്ളതാണ്. ഒട്ടും ലക്ഷ്യബോധമില്ലാതെ മുടങ്ങിക്കിടന്ന ഒരു കോളേജ് ഫെസ്റ്റ് നടത്തുക എന്നതല്ലാതെ അതിൻ്റെ പിന്നിൽ പ്രേക്ഷകനെ വൈകാരികമായിട്ട് പിടിച്ചിരുത്തുന്ന ഏതെങ്കിലും ഒരു സാധനം സ്ക്രിപ്റ്റിലില്ല എന്നുള്ളതാണ്. ഇത് നടന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു ആകാംക്ഷ ജനിപ്പിക്കുവാൻ വേണ്ടി സിനിമയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ബേസിലിൻ്റെ ആ സഹോദരൻ തമ്മിലുള്ള ആ ഒരു ബന്ധം ഇമോഷൻ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടത്ര ആഴത്തിൽ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി തിരക്കഥയ്ക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. ബേസിൽ ജോസഫിന്റെ തുടക്കത്തിലെ കോളേജ് ഫോർമേഷൻ അല്പം ഓവറായെങ്കിലും ചില ഇടങ്ങളിൽ അദ്ദേഹം ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ട്രിപ്പിക്കൽ ടീനേജിനെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് പലയിടത്തും ഒരു ക്രിഞ്ചായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ റണ്ണിങ് ടൈം 2 hours 40 minutes. എന്തിനാ ഇത്ര സമയം? കാരണം ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലെ പല രംഗങ്ങളും വലിച്ചു നീട്ടി ലാഗ് അടുപ്പിച്ചു എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ ആ ഒരു ഫൈറ്റ് സീനുകൾ ഭയങ്കര ഇഴച്ചലായിട്ടാണ് എനിക്ക് തോന്നിയത്. വൻ താരനിര തന്നെ ഉണ്ടായിട്ട് പോലും അവരെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുള്ളതാണ് സത്യം. ടൊവിനോ തോമസ്, സരൺ ഷിഹാബ്, റിയ ഷിബു അവരെ ഒന്നും തന്നെ വേണ്ടത്ര രീതിയിൽ ഉപയോഗിച്ചില്ല. അവർക്ക് അവരുടെ കഥാപാത്രങ്ങൾക്ക് വേണ്ടത്ര ഒരു മാസ് നൽകണം. ടൊവിനോയുടെ മാസ് ഇൻട്രോയ്ക്ക് ശേഷം ക്ലൈമാക്സിൽ എത്തുമ്പോഴല്ല ആ കഥാപാത്രം വളരെ ദുർബലമായിട്ട് ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ്. സരൺ ഷിഹാബിനെ അതോടൊപ്പം റിയ ഷിബുവിനെയും ഒരു പ്രാധാന്യമില്ലാത്ത രീതിയിൽ അവർക്ക് സ്ക്രീൻ സ്പേസ് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അവരൊരു ചെറിയൊരു സാധനത്തിലേക്ക് ഒതുക്കിക്കളഞ്ഞു. പിന്നെ ഒട്ടും പുതുമയില്ല. ഒരുപാട് ക്യാമ്പസ് കഥകൾ കണ്ടതുകൊണ്ട് ആ കഥകളിൽ നിന്നുള്ളൊരു മിശ്രിതമായിട്ട് മാത്രമാണ് അതിരടി എനിക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ ഞാൻ പരമാവധി 5-ൽ വെറും 2 മാർക്ക് കൊടുക്കുന്ന ഒരു നോർമൽ സിനിമയായിട്ട് മാത്രമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശക്തമായ കഥയുടെയോ അല്ലെങ്കിൽ വ്യക്തമായ ഒരു ഡെപ്തോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ സിനിമ ഒട്ടും തന്നെ എനിക്ക് വർക്കായില്ല എന്ന് തന്നെ ഞാൻ പറയും. താങ്ക്